സൂര്യയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോ അത് ആത്മാർത്ഥതയോടെയാണെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇപ്പൊ നിന്റെ സംസാരം കേട്ടപ്പോ അത് ശരിയല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ആദ്യം മനുഷ്യരെ തിരിച്ചറിയാൻ പഠിക്കണം, എന്നിട്ട് വേണം പ്രതികരിക്കാൻ. നിനക്ക് നിന്റെ ചേച്ചിയെ അറിയില്ലേ? നന്നായിട്ട് അറിയില്ലേ? എന്നിട്ടെന്താ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോ ഇവരുടെ കൂടെ നിൽക്കാൻ നിനക്ക് തോന്നിയത്? മുത്തശ്ശി, അത് സ്വന്തം കൂടപ്പിറപ്പാ. ആ ഓർമ്മ വേണമായിരുന്നു നിനക്ക്. മോളെ കൽപ്പനെ, ഈ ഭൂമിയില് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാവർക്കും സംസാരിക്കേണ്ടി വരും, ഇടകലർന്ന് പെരുമാറേണ്ടിയും വരും. എല്ലാവരുടെയും മനസ്സില് വൃത്തികെട്ട ചിന്തകളാണെന്ന് തോന്നുന്നതേ സ്വന്തം മനസ്സിന് അന്തസ്സില്ലാത്തതുകൊണ്ടാ. ഇനി ഈ വീട്ടിൽ ഇത്തരം വൃത്തികെട്ട സംസാരങ്ങൾ ഉണ്ടാവരുത്. ഉർവശം നിന്നേ. കൽപ്പന ചെറിയമ്മേന്നല്ലേ നിന്നെ വിളിക്കുന്നത്? എന്റെ അതേ സ്ഥാനം തന്നെയല്ലേ നിനക്കും? എന്നിട്ട് എന്തിനാ അവളുടെ മനസ്സിൽ ഇങ്ങനെ വിഷം കുത്തിവെക്കുന്നേ? ചെല്ല്. പോട്ടെ മോളെ, അവർക്ക് വേണ്ടി അമ്മ നിന്നോട് ക്ഷമ പറയാം. അയ്യോ വേണ്ടമ്മേ, ഞാൻ കുറച്ചു മുമ്പ് ഏട്ടനോട് പറഞ്ഞതേ ഉള്ളൂ എനിക്കൊന്നിലും സങ്കടമില്ലാന്ന്. എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഏട്ടൻ, എന്റെ ആങ്ങളെന്ന് എഴുന്നേറ്റ് നടക്കണം എന്നുള്ളതാ. അതിനുവേണ്ടി എന്തും ഞാൻ സഹിച്ചോളാം, എത്ര കുത്തുവാക്ക് വേണേലും കേട്ടോളാം. ഒരു നിമിഷം പോലും ഞാൻ സന്തോഷിച്ചുവിടുന്ന വാശിയാ അല്ലേ അമ്മേ? വിട്ടുകളയടാ. നീ പഴയതുപോലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോ എല്ലാവരുടെയും നാവിന്റെ വൃത്തികെട്ട ചലനങ്ങൾ അവസാനിക്കും കേട്ടോ. അങ്ങനെ സൂര്യയുടെ ചികിത്സ ആരംഭിച്ചപ്പോ നീ പൂർണ്ണമായും പുറത്തായി അല്ലേ കൽപ്പന? സൂര്യയെ ചികിത്സിക്കുന്നത് രാധിക, സൂര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് രാധിക. എല്ലാവർക്കും എന്താ അഭിപ്രായം? പ്രത്യേകിച്ച് സൂര്യക്ക്. മനുഷ്യരുടെ കാര്യമാ. തൊട്ടാ ചോര തെറിക്കുന്ന പ്രായമുള്ള ഒരു പെൺകുട്ടി അടുത്ത് തൊട്ടും തലോടി നിൽക്കുമ്പോ സൂര്യയുടെ മനസ്സ് നേരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? ചെറിയമ്മയ്ക്ക് വേറൊന്നും ഇല്ലേ പറയാൻ? വേറെന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാനൊരു കാര്യം പറയാം. ഇനി രാധികയും സൂര്യൻ തമ്മില് തെറ്റായ ഒരു രീതി ഉണ്ടായാൽ പോലും കണിമംഗലത്ത് ആരും ഒന്നും പറയില്ല. കൽപ്പനയോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് കുടുംബത്തിന് നല്ലൊരു മരുമോളെ കിട്ടിയെന്നും പറഞ്ഞ് രാധികയെ സ്വീകരിക്കാതിരുന്നാ മതി. ഓ ദേ, മനുഷ്യന് വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത് ചെറിയമ്മ. എനിക്ക് ആ നാശം പിടിച്ചവളെ കണ്ണിന് നേരെ കണ്ടൂടാ. അവളുടെ ഒരു ഉപദേശവും കണ്ണുകളെ മയക്കുന്ന ചിരിയും. ഇനി സൂര്യ എങ്ങാനും എഴുന്നേറ്റ് നടന്നാലേ അത്ഭുത പ്രവൃത്തി നടത്തിയതിന്റെ ക്രെഡിറ്റും അവൾക്കായിരിക്കുമല്ലോ. അടുത്ത മനുഷ്യന് കഷ്ടം.
1000 ആണുങ്ങൾ എതിരെ വന്ന് നിന്നാലും അവരെയൊക്കെ തോൽപ്പിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന കൽപ്പനയ്ക്ക് ഒരു പെണ്ണെതിരെ വന്നപ്പോ തളർച്ച. ഈ അസ്വസ്ഥത മാറണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, അവളെ ഇവിടുന്ന് പുറത്താക്കണം. എങ്ങനെ? ഞാനോ നീയോ വിചാരിച്ചാല് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറൊരാളത് ചെയ്യും. അതാരാ? പ്രിയങ്കയ്ക്ക്. അവളത് ചെയ്യും. പ്രിയങ്കയെ നമ്മുടെ കൂടെ നിർത്തണം. ഭ്രാന്തുണ്ടോ? നമ്മുടെ കാര്യമൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാ? എല്ലാ കാര്യവും പറയണമെന്ന് ഞാൻ പറഞ്ഞോ? രാധിക ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യം മാത്രം പറഞ്ഞാ മതി. സൂര്യയോട് രാധിക അടുക്കുമ്പോ കൽപ്പനയ്ക്ക് എത്ര വിഷമം തോന്നുന്നുണ്ടോ അത്രയും വിഷമം വരുണിനോട് രാധിക അടുക്കുമ്പോ അവൾക്കുണ്ടാവും. അതൊന്ന് ഊതി പെരുപ്പിച്ചാൽ മാത്രം മതി. ചേച്ചിയെയും അനിയത്തെയും നമുക്ക് തമ്മി തല്ലിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോ ചിലപ്പോ ഒന്നിച്ച് 2 പേരും വീടിന് പുറത്താവും. ചെറിയമ്മ പറഞ്ഞതേ കാര്യമാ. അവര് തമ്മി തല്ലുകയാണെങ്കിലേ ഇവിടെ ചിലത് നടക്കും. പക്ഷേ പ്രിയങ്ക, വരുണിന് പ്രിയങ്ക ഇഷ്ടമല്ല എന്നുള്ളത് സത്യമല്ലേ? ആ ഒരു പിടിവള്ളി മതി നമുക്ക്. നീ വാ, നമുക്ക് അവളെ പോയി കാണാം. വാ കൽപ്പനേ, വാ. പ്രിയങ്ക, എന്താ പ്രിയങ്ക നീ എന്തായി കാണിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ആരോടാ നീ ഇത്രയും ദേഷ്യം തീർത്തേ? എടുത്തൊന്ന് പോകുന്നുണ്ടോ? എന്റെ പ്രശ്നങ്ങൾ ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ആര് പറഞ്ഞു? നിന്റെ പ്രശ്നം എന്താണെന്ന് നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാധികയാണോ നിന്റെ പ്രശ്നം? രാധികയ്ക്ക് കണിമംഗലത്ത് കിട്ടുന്ന സ്ഥാനം എന്തിന്? വരുണിന്റെ മനസ്സിലുള്ള സ്ഥാനം അത്രയും നിനക്ക് കിട്ടുന്നില്ലെന്ന് നിന്റെ ഉള്ളിലില്ലേ? ഉണ്ടെങ്കിൽ എന്താ, അത് സത്യമല്ലേ? ഇവിടെ ആർക്കാ എന്നോട് സ്നേഹമുള്ളേ? അമ്മയ്ക്കുണ്ടോ? അച്ഛനുണ്ടോ? മുത്തശ്ശിക്കുണ്ടോ? വരുന്നുണ്ടോ? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമല്ല, എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ വരുൺ പറഞ്ഞത്. എന്നിട്ട് കണിമംഗലത്തുകാർ എന്ത് ചെയ്തു? അല്ലെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇഷ്ടമായിരിക്കുന്ന കണിമംഗലത്തുകാരുടെ മനസ്സില് എങ്ങനെയാണ് കുടിയേറിയിരിക്കേണ്ടതെന്ന് നിന്റെ ചേച്ചിക്ക് നല്ലോണം അറിയാം. അവളുടെ ഞൊട്ടുഞൊടുക്ക് വിദ്യകളുണ്ടല്ലോ, ഈ വൈദ്യം, പ്രാർത്ഥന, പിന്നെ സ്നേഹത്തെക്കുറിച്ചുള്ള അവളുടെ ചില വാചകങ്ങൾ, അതിലൊക്കെ ആരും വീണുപോകും. പ്രിയങ്കയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാം. രാധിക സൂര്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഭർത്താവിന്റെ കൂടെ ഒരുത്തി കൊഞ്ചിക്കൊഴയുന്നത് കണ്ട അതാരായാലും ഞാൻ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യാൻ പ്രിയങ്കയ്ക്കും കഴിവുണ്ടായാൽ മതി. അവൾ ഇവിടുന്ന് പൊയ്ക്കോളും. പ്രിയങ്ക, ഈ രാധികയെ നമുക്ക് 2 പേർക്ക് ശല്യം. നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇടയിൽ നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ അതിനിടയിലും ഈ രാധിക എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടാവാൻ പാടില്ല. നിന്റെ ചേച്ചിയൊന്നും അല്ലല്ലോ, എവിടുന്നോ എടുത്തു വളർത്തിയതല്ലേ. അപ്പ അവൾക്ക് നിന്റെ വിവാഹ ജീവിതം തകർക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതെ, അതും ഇതൊന്നും പറഞ്ഞ് സമയം കളയാൻ പറ്റില്ല. പ്രിയങ്കയ്ക്ക് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റും. നിൽക്കാമെങ്കിൽ കണിമംഗലത്തെ കാര്യങ്ങള് ഇനി നമ്മളൊക്കെ ആവും തീരുമാനിക്കാൻ പോകുന്നത്. പ്രിയങ്കേ, അപ്പുറത്ത് അച്ഛനുണ്ടെങ്കിൽ ഇവിടെ ചെറിയച്ഛനുണ്ട്. അപ്പുറത്ത് അമ്മയുണ്ടെങ്കിൽ ഇപ്പുറത്തെ ചെറിയമ്മയുണ്ട്.
അവിടെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ വരുണുണ്ടെങ്കിൽ ഇവിടെ ഗൗതമുണ്ട്. മോളെ പ്രിയങ്കേ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആസ്വദിക്കാനുള്ള സമയത്ത് ആസ്വദിക്കണം. നീയും കൽപ്പനയും കണിമംഗലത്ത് എത്തിച്ചേർന്ന രാജകുമാരിമാരാ. ആ സ്ഥാനം വേറൊരാള് തട്ടിയെടുക്കുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. ചേച്ചി ഇവിടുന്ന് പോണം, എത്രയും പെട്ടെന്ന് പോണം. അതിന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. അതിന് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്പരം ആലോചിച്ചേ ചെയ്യും. സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പൊ പിന്നെ ഇനി കണിമംഗലം നിങ്ങളുടേതാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഭരിച്ചാ മതി. എന്താ കൽപ്പന? എന്റെ അനിയത്തി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരമായിരിക്കും ചെറിയമ്മേ. കണിമംഗലം ഇനി ഈ കൈകളിലാ. പ്രിയങ്ക, നിന്റെ ചേച്ചി രാധികയ്ക്ക് പുറത്തേക്കുള്ള വഴി നമുക്ക് തന്നെ തുറന്നു കൊടുക്കാം. ഓക്കെ? ശ്യാമമ്മയുടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ജഗദീഷാണോ? അതെ. കേറിയിരിക്കും. ശ്യാമയെ വിളിക്കാം. ശരി. ആ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഞാൻ എന്തിനാണ് മിസ്റ്റർ ജഗദീഷിനെ വിളിപ്പിച്ചെന്നറിയാം? എത്ര കാലമായി ഈ പ്രോപ്പർട്ടികൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ തുടങ്ങിയിട്ട്? ഒരു 10-12 കൊല്ലമായി മാഡം. എന്നിട്ട് ഒരു കച്ചവടത്തിന്റെ നേരും നിറയും നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഐശ്വര്യ നിങ്ങളെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ഏൽപ്പിച്ചു. അതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല? ആ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവർക്കാണെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു രേഖ അവരെന്നെ കാണിക്കുകയും ചെയ്തു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണല്ലോ നോക്കുക. മാത്രമല്ല, ശ്യാമ മേഡത്തിനെ പോലെയുള്ള ഒരാളുടെ പ്രോപ്പർട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു തർക്കം വരാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നി. തർക്കമുണ്ട്. ഐശ്വര്യ നിങ്ങളെ കാണിച്ചിരുന്ന ആ കരാർ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചിരുന്നെങ്കിൽ എനിക്കിത് നിങ്ങളോട് പറയേണ്ടി വരുമായിരുന്നില്ല. ആ പ്രമാണത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൾ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഐശ്വര്യയ്ക്ക് എൻ്റെ പ്രോപ്പർട്ടിയിലുള്ള അധികാരം. ഇപ്പോൾ എൻ്റെ മകൾ പ്രായപൂർത്തിയായി. അതോടെ ഐശ്വര്യയ്ക്ക് ആ അവകാശവും നഷ്ടപ്പെട്ടു. മാഡം, ശ്യാമയുടെ മകള് ജീവിച്ചിരിപ്പില്ലാന്ന് ഐശ്വര്യ പറഞ്ഞു കാണും അല്ലേ? അതെ, എന്നോട് അങ്ങനെയാ പറഞ്ഞു. അത് കള്ളമാണ്. എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും അവൾക്ക് മാത്രം അവകാശപ്പെട്ടത്. അതിലൊരു തരി മണ്ണ് പോലും ഞാനോ എൻ്റെ മകളോ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരിട്ടത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ജഗദീഷിനെ ഞാനിപ്പോൾ വിളിപ്പിച്ചത്. നന്നായി മാഡം. ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു വസ്തുവാണെങ്കിൽ ഞാൻ ഈ ഒരു കച്ചവടത്തിന് നിൽക്കുന്നില്ല. ഞാൻ ഐശ്വര്യ മേഡത്തെ കണ്ട് നേരിട്ട് സംസാരിച്ചോളാം. നിങ്ങളെ ഐശ്വര്യ ബുദ്ധിമുട്ടിച്ചതിലും തെറ്റിദ്ധരിപ്പിച്ചതിലും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയാതെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. തീർച്ചയായിട്ടും ആവുമായിരുന്നു മാഡം. ഇനി എനിക്ക് ഇറങ്ങാമല്ലോ. ഐശ്വര്യ ഇനിയും നിങ്ങളെ സമീപിച്ചെന്ന് വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ശരി. ശ്യാമേ, മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞ അപകടമാകോ? അയാളത് ഐശ്വര്യോട് പറഞ്ഞാലോ?
അയാളത് പറയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യ എടുത്ത് ചെയ്ത ഒരു ചതിയാണ്. അവർ തമ്മിൽ സംസാരം ഉണ്ടാവും. എടുത്ത് പേടിക്കണ്ട. മുത്തശ്ശി ആ. എന്നെ വിളിച്ചായിരുന്നോ? ആ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കെ. എന്താ മുത്തശ്ശി? ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് എന്റെ കുട്ടിക്ക് എവിടെ നിന്നാ കിട്ടിയേ? കൽപ്പന ആക്ഷേപിച്ചപ്പോ മനസ്സ് നൊന്തിട്ടുണ്ടാവുമല്ലേ? പക്ഷേ ഒന്നും കാണിക്കാതെ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താ? ഏട്ടന്റെ ചികിത്സ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന പോലെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണ്ടേ? അതിന് എന്നെ ആരെങ്കിലും ചീത്ത പറയോ ആക്ഷേപിക്കോ എന്താണേലും കുഴപ്പമില്ല. പക്ഷേ ഉള്ളിത്തട്ടിയ വേദനയ്ക്ക് ഒരു പരിഹാരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പരിഹാരോ? ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. രാധിക മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാഴ്ച. അതെന്താ ഇപ്പോ? അതൊക്കെയുണ്ട്. കാഴ്ച കണ്ടതിന് ശേഷം ഇഷ്ടമായോ എന്ന് പറഞ്ഞാ മതി. മോളെ വാ. ഇതാണോ ആ കാഴ്ച? തിരക്ക് പിടിക്കല്ലേ കുട്ടി. തുറന്നു നോക്ക്. ഭഗവാനെ, എന്താ ഇത്? മുഴുവൻ സ്വർണ്ണമാ. കണിമംഗലം തറവാടിന്റെ ആധാരമായത്. തലമുറകളായി കൈമാറി വരുന്നതാ. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ. ഇത് ഇവിടെയുള്ള കാര്യം ഉർവശിക്കും കൽപ്പനയ്ക്കും അറിയാം. പക്ഷേ അവരാരും ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഇഷ്ടായോ എന്റെ കുട്ടിക്ക്? ഇഷ്ടായോന്നോ? ഇതിനേക്കാളും വലിയൊരു കാഴ്ച എന്താ എന്നെ കാണിക്കാനുള്ളത്? ഈ ഭഗവാന്റെ മുന്നിലല്ലാതെ വേറെ എവിടെയാ സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ ഇറക്കി വെക്കുക? മുത്തശ്ശി അവർക്കൊന്നും കാണിച്ചു കൊടുക്കാതെ ഇത്രയും പ്രാധാന്യത്തോടെ ഇത് എന്നെ കാണിക്കാൻ തോന്നിയല്ലോ. മനസ്സ് നിറച്ചും ഭക്തി നിനക്കല്ലേ? കണ്ണന്റെ പ്രിയപ്പെട്ടവള് നീയല്ലേ? നിനക്കല്ലാതെ വേറെ ആർക്കാ ഞാനിത് കാണിച്ചു കൊടുക്ക?